ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്യാബേജ് മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോൺഫ്ലോറും സോയാ സോസും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കാളാൻ മസാല സ്റ്റൈലിൽ എങ്ങനെ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു മീഡിയം സൈസ് ക്യാബേജ് കൊത്തിയരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. നമ്മൾ തോരനൊക്കെ അരിയത്തില്ല, ഇതുപോലെ കൊത്തിയരിഞ്ഞെടുക്കും. എന്നിട്ട് അതിൽ ഒരു 1.5 ഗ്ലാസ് മൈദ ചേർക്കുന്നുണ്ട്. ഈ ചെറിയ ഗ്ലാസ്സിൽ മൈദ ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇനി ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഉപ്പ് ചേർക്കാറുണ്ട്. അതുകൊണ്ട് ശകലമായിട്ട് ചേർത്താൽ മതി. ആവശ്യമായിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഇട്ട് കുടഞ്ഞ് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൈദാമാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി അതിൽ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടുകയാണ്. പിന്നെ അതിൽ 1 ടീസ്പൂൺ മസാല പൗഡറും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല കുഴച്ചെടുക്കണം. കട്ടിയായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇത്രയും തിക്നെസ് വേണം. നമ്മൾ ക്യാബേജ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് ആ മസാല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാബേജ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ഷേപ്പൊന്നും വേണ്ട. ചിലർ നല്ല റൗണ്ടിന് ഉരുട്ടിയൊക്കെ ഇട്ട് കൊടുക്കും. ഇതിൽ ജസ്റ്റ് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ബബിൾസ് ഇല്ലേ, അത് നല്ല കുറഞ്ഞു വരുമ്പോഴാണ് ഇതിനകം നല്ല വെന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് എടുക്കാറാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിരിച്ച് ഇട്ട് കൊടുക്കുകയും വേണം. നല്ല ഗോൾഡൻ ബ്രൗണായി ഇതുപോലെ ബബിൾസൊക്കെ നല്ല കുറഞ്ഞ് നമുക്കെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ ആവാൻ പാടില്ല, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടിരിക്കണം. എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുന്നത്. മിക്സ് ചെയ്ത ക്യാബേജ് എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ ഇഷ്ടമാവും. ഭയങ്കര സ്പൈസി ആയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിന് 2 സവാള കൊത്തി അരിഞ്ഞ് വെച്ചേക്കുക. പിന്നെ 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്നുണ്ട്. പിന്നെ 5 നല്ല പഴുത്ത തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് ജിഞ്ചറും 10 ഗാർലിക്കും ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് തന്നെയാണ് വെച്ചേക്കുന്നതും. നല്ല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലയായിട്ടിട്ട എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ക്യാബേജ് ഫ്രൈ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയിൽ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കുക. പിന്നെ കൊറിയാൻഡർ ലീഫ്, നമ്മളെ മല്ലിയിലയും ഉണ്ട്, അതും നല്ല കൊത്തി അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ മസാല പൗഡർ, ഗരം മസാല, പിന്നെ ചില്ലി പൗഡർ. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അതിൽ നിന്ന് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. അത് നല്ല ചൂടായിട്ട് വന്നിട്ട് അതിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, കൊത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ പച്ച മണമൊക്കെ മാറി എടുത്തതിടുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉള്ളി വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്കും അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞത് ഇടയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ മാറിയിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത്. ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കൊത്തി അരിഞ്ഞ് വച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് നല്ല ഇളക്കുകയാണ്. അത് നല്ല
മിക്സ് ആയതിന് ശേഷം അതിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അത് കൂടെ ഇടുന്നതെന്ന് പറയുന്നത് അത് കുറച്ചും കൂടി അതിൻ്റെ എസൻസൊക്കെ നമുക്ക് ഉള്ളിയിൽ നല്ല പിടിക്കാൻ വേണ്ടി, മസാലയിൽ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ഇളക്കിയതിന് ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ല ഇളക്കി എടുക്കണം. ഉള്ളിയിൽ നല്ല മിക്സ് ആവണം. ഇതെല്ലാം സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുളക് പൊടിയൊക്കെ മിക്സ് ആയതിന് ശേഷം അതിൽ നമ്മൾ തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് ഇളക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ചൂരിയൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് ഇളക്കാം. തക്കാളി നല്ല ഉള്ളിയിൽ പിടിക്കുന്നത് വരെ ഇളക്കണം. അതിൻ്റെ കൂടെ തന്നെ മൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിക്സ്ചറും കൂടെ ഒഴിച്ച് വേണം ഇളക്കാൻ. ആ ഒരു ക്ലിപ്പ് എനിക്കിതിൽ നിന്ന് മിസ്സായിപ്പോയി. അതും കൂടെ ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ മസാല കുറച്ചും കൂടി തിക്കായിട്ട് കുറച്ച് ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. കോൺഫ്ലോർ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മിക്സ്ചർ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഞ്ചൂരിയന്. ഇതെല്ലാം ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കെച്ചപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മളെ മഞ്ചൂരിയൻ മസാല റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് ഇട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. ഹൈ ഫ്ലെയിം ആയിപ്പോയാൽ അടി പിടിക്കുക അല്ലെങ്കിൽ കരി എന്തെങ്കിലും ചെയ്യും. എല്ലാം സിമ്മിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇളക്കുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകാതെ അടിയിൽ നിന്ന് ഇതുപോലെ ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. നല്ല പ്രസ് ചെയ്ത് ഇളക്കാനും പാടില്ല, എന്നാൽ നമ്മുടെ ഈ ഫ്രൈ ഒക്കെ പൊടിഞ്ഞു പോകും. കുറച്ച് നേരം ഇത് നല്ല രീതിയിൽ മസാല നമ്മൾ ഫ്രൈയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചാൽ ആ മസാല എല്ലാം അതിൽ പിടിക്കും. ഇതാണ് നമ്മളെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ക്യാബേജ് മഞ്ചൂരിയൻ. ഇതിൽ കുറച്ച് ഉള്ളിയും ക്യാരറ്റും മല്ലിയിലയൊക്കെ ചോപ്പ് ചെയ്തിടുന്നുണ്ട്. ചായരോടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണിത്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം, അല്ലാതെ ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. കോൺഫ്ലോറും സോയാ സോസും ഒന്നും ഇല്ലാത്ത കാളൻ മസാല സ്റ്റൈൽ ക്യാബേജ് മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.